ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന്റെ CCTV സർവൈലൻസ് ഇന്നലെ അതിന്റെ കണക്ഷൻ നഷ്ടപ്പെട്ടു. ഇന്നലെ 1 മണിക്കൂറിലേറെ സമയം ഈ കണക്ഷൻ നഷ്ടപ്പെട്ട് ഇത് കാണാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലായിടങ്ങളിലും നടക്കുന്ന പല രീതിയിലുള്ള മിസ്അപ്രോപ്രിയേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായതുകൊണ്ട് ഇതിലും ഗൗരവമായ പരാതി ഞങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രോങ് റൂമിലെ മെഷീനുകൾ സൂക്ഷിച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം വരെ ഇനി തുറക്കുന്നത് വരെയുള്ള സമയത്ത് മുഴുവൻ ബാക്കപ്പും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനോട്. കാരണം ഇതിൽ പല രീതിയിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന രീതിയിലാണ്. എല്ലായിടത്തും പല കാരണങ്ങൾ പറഞ്ഞ് സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്ട്രോങ് റൂമിനോടനുബന്ധമായിട്ടുള്ള റൂമുകളിൽ വെച്ച മറ്റു സാമഗ്രികൾ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് തുറക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ക്രമക്കേടുകൾ സംശയത്തിന് ഇട നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിന്റെ CCTV സർവൈലൻസ് ആദ്യാവസാനം ആ സ്ട്രോങ് റൂം അടച്ചത് മുതൽ സീൽ ചെയ്തത് മുതൽ ഇനി തുറക്കുന്നത് വരെയുള്ള മുഴുവൻ സമയത്തേതും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഇത് പരാതി ഉണ്ടാകാത്ത വിധം 100% ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണണമെന്ന് പറയുകയാണ്. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നിരീക്ഷകന്മാരെ ഈ നിരീക്ഷണ കേന്ദ്രത്തിൽ ഞങ്ങളെ പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധികളിൽ ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ അവിടെ ഈ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയതും ഇത് കാണാതാവുകയും ചെയ്തിട്ട്. അതുകൊണ്ട് ഗുരുതരമായ ഒരു ആരോപണമാണ് ആ വിഷയത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.